ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സെൽഫ് കെയർ വീഡിയോ ആണ് കേട്ടോ. നമ്മളെല്ലാവരും നമ്മളെ തന്നെ സ്നേഹിക്കണം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് സത്യമാണ് കേട്ടോ. നമ്മളെ സ്നേഹിക്കാൻ സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നമ്മളെ ബോഡി നമ്മളടുത്ത് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അതിന് എക്സാമ്പിളാണ് നമുക്ക് ഹെയർ കൊഴിഞ്ഞു പോകുന്നതും നമ്മുടെ ശരീരത്തിൽ വരുന്ന ഓരോ ചേഞ്ചസും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേട്ടോ. അപ്പം ഞാൻ കുറേ കാലമായിട്ട് ഹെയർ കെയറും കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് അറിയാനുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ ഫ്ലോർ ഫുൾ എൻ്റെ മുടിയായിരുന്നു ഞാൻ കാണാറുള്ളത്. അപ്പം ഞാൻ വീണ്ടും വിചാരിച്ചു ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാമെന്ന്. ഫസ്റ്റ് തന്നെ ഞാനൊരു ഹോട്ട് ഓയിൽ മസാജാണ് എൻ്റെ തലയ്ക്ക് കൊടുക്കുന്നത്. ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ നല്ല രീതിയിൽ തല മസാജ് ചെയ്യണം കേട്ടോ. ഞാൻ ഇത്രയും കാലമായിട്ട് നോർമലായിട്ടുള്ള വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വേറൊരു വെളിച്ചെണ്ണയും കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ തല കുനിച്ചിട്ടിട്ട് മസാജൊക്കെ ചെയ്ത് തല നല്ല രീതിയിൽ കെട്ടി വെക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് അതൊരു 10 മിനിറ്റ് നമ്മളെ തലയിൽ പിടിച്ചതിന് ശേഷം ഞാൻ ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ ഇടാറുള്ളൂ. അതൊന്ന് പിടിക്കുന്ന സമയം കൊണ്ട് ഞാൻ എൻ്റെ നഖങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. നമ്മൾ വീക്ക്ലി വൺസ് എങ്കിലും നമ്മളെ നഖങ്ങളൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കണം കേട്ടോ. ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ആകെ ഒരു സൺഡേ അല്ലേ ഉണ്ടാവുള്ളൂ. ആ സൺഡേ എങ്കിലും നമ്മളെ ബോഡീനെ നന്നായിട്ട് ശ്രദ്ധിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ കൈയിൻ്റെ നഖവും കാലിൻ്റെ നഖമൊക്കെ ക്ലീൻ ചെയ്തിട്ട് നല്ല രീതിയിൽ വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ഹെയർ പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് തലേ ദിവസത്തെ കഞ്ഞി വെള്ളത്തിൽ നമ്മൾ ചെറുപയറും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ അരച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഫേസിലും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മളെ ഹെയറിലും യൂസ് ചെയ്യാം. നമ്മൾ ഷാമ്പൂ ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഷാമ്പൂ ഒക്കെ നമ്മൾ എന്നും യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളെ ഹെയർ ഫാളൊക്കെ കൂടാനുള്ള റീസൺ. അപ്പം ഞാൻ പണ്ടാണെങ്കിൽ ഇത് തന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ നല്ല രീതിയിൽ പയറൊക്കെ തലയിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. പിന്നെ ക്ഷമയുള്ളവർ മാത്രമേ ഇത് പരീക്ഷിക്കാവൂ കേട്ടോ. കാരണം ഇത് നമ്മൾ കഴുകി കളയുന്ന സമയത്ത് ഇത് തലേന്ന് പോകാൻ നല്ല പാടാണ്. അതിനുശേഷം ഞാൻ ഫേസിൽ തന്നെ അതൊന്ന് ഇട്ടിട്ട് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യുന്നുണ്ട്. നമ്മൾ അധികം ഉരച്ച് ബലത്തിലൊന്നും സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്കത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അതിനുശേഷം ഞാനൊരു ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പച്ചരി കുതിർത്ത് അരച്ചതും അതുപോലെ തന്നെ നമ്മളെ ദോശമാവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനൊരു 10 മിനിറ്റ് ഫേസിൽ വെച്ചിട്ട് അതും കൂടെ ഞാൻ വാഷ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്ത സമയത്താണ് ഈ ഫേസിൻ്റെ ഈ ഒരു ഗ്ലോവും കാര്യങ്ങളും ശരിക്കും വന്നിട്ടുള്ളത് കേട്ടോ. നല്ലൊരു ഫേസ് പാക്കാണ്, നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണേ. അതിനുശേഷം ഞാൻ എൻ്റെ പെഡിക്യൂർ ചെറിയൊരു പെഡിക്യൂർ വീട്ടിൽ തന്നെ ചെയ്യാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വാം വാട്ടറിൽ കുറച്ച് ഷാമ്പൂ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് സോൾട്ടും കൂടെ ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ നമ്മളെ കാലൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഇനി ഞാൻ കുളിക്കാൻ പോവാണ്. കുളിച്ച് വന്നിട്ടുണ്ട്. നമ്മളെ പയറുപൊടിയൊക്കെ തലേന്ന് പോകാൻ നല്ല സമയം എടുത്തിട്ടുണ്ടായിരുന്നു. കുളി കഴിഞ്ഞ് വന്നിട്ട് മോയ്സ്ചറൈസറാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ ബോഡിയിലൊക്കെ എൻ്റെ ഫ്രണ്ട് ദുബായിൽ നിന്ന് കൊണ്ടുവന്നൊരു മോയ്സ്ചറൈസറാണ്, അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഫേസിൽ നമ്മൾ ഡോട്ട് ആൻഡ് കീൻ്റെ എനിക്കിഷ്ടപ്പെട്ടൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നഖമൊക്കെ നേരത്തെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ലൈറ്റ് കളർ നെയിൽ പോളിഷാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ നല്ല രീതിയിൽ നെയിൽ പോളിഷും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് നെയിൽ ആർട്ടും കാര്യങ്ങളൊന്നും അറിയില്ല. എനിക്ക് അറിയുന്ന പോലെ ഞാനിതൊക്കെ നല്ല നീറ്റായിട്ട് കൊണ്ട് നടക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ നെയിൽ പോളിഷും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു സെൽഫ് കെയർ സൺഡേ എന്ന് പറയുന്നത്. എല്ലാ സൺഡേസിലും ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ ഫ്രം ട്രെൻഡി ടെയിൽസ്.